അയ്യോ ബുബേനെ കണ്ടില്ല ബുബെ കണ്ടിട്ടില്ല പോണെന്ന് എനിക്ക് പോകണം വേണ്ട മതി ഇപ്പൊ ഞാൻ കഴിയില്ലേ വരൂലേ? എത്ര മണിക്കാണ്? 5:30 എന്തോ സമയായി എന്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ? പവർ ബാങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? പോയാതിട്ടാ രണ്ടുപേർക്ക് അവിടെ വണ്ടിയുടെ ആവശ്യമുണ്ടേ. അപ്പോൾ വണ്ടി ട്രെയിനിൽ കയറ്റിയിട്ട് ഇവർ ആ ട്രെയിനിൽ തന്നെ പോകും. ആകാശിൻ്റെ ഫ്രണ്ട്, ആകാശിൻ്റെ മാനേജർ കുട്ടമ്പുഴ ഇറക്കാൻ പണിയണ. ആ അതിനുള്ളത് ഇപ്പം ഇല്ലേ? ബാക്കി കാശൊക്കെ ഇപ്പോൾ വരാം. ചോദിച്ചിട്ടുണ്ട് പലരോടും. വന്നു കഴിയുമ്പോൾ വെച്ചാൽ ഇന്ന് അവിടെ താക്കോലും പോക്കറ്റിൽ പുണ്ടോന്റെ താക്കോലും എവിടെയാ? ഓക്കെ ബുള്ളറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആർക്ക് അറിയണില്ലേ? ഞാൻ അറിയണില്ല. പഠിച്ചു മിടുക്കനായ വലിയ ആളായിട്ട് വരും. ആ വെള്ള വണ്ടി മിഥുവിൻ്റെയാണ്, കറുപ്പ് വണ്ടി ആകാശിൻ്റെ. ചെന്നൈയിൽ വണ്ടി ഓടിക്കാൻ അവന്റെ അച്ഛനമ്മ എല്ലാവരും നോക്കിക്കൊള്ളണം കേട്ടാ. ഇടയ്ക്ക് അമ്പാട്ടി അടിച്ച ഹാപ്പി ആയിട്ട് പോയിട്ട് വിഷമിക്കൊന്നും വേണ്ട. അമ്പാട്ടി അടിച്ചിട്ടാ 100 രൂപ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവർ പെട്രോൾ എന്തായാലും ഊറ്റും. അപ്പോൾ പിന്നെ അല്ല വണ്ടി കയറ്റി അയക്കാനാ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ആലുവ എത്താനുള്ള പെട്രോൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും, അടിച്ച് നമ്മുടെ കാശ് വെറുതെ പോകും. അപ്പോൾ പോയിട്ടില്ല. ഇതിപ്പോൾ വണ്ടി കയറ്റി അയക്കാനുള്ള പേപ്പർ, ഇവിടെ വണ്ടികൾ കയറ്റി അയക്കുന്ന സ്ഥലം ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ വണ്ടി കയറ്റി അയക്കാനുള്ള ഫോം ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ വണ്ടിയുടെ പെട്രോൾ ഊറ്റണം. അപ്പോൾ അതിന് ടാങ്ക് കഴിക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടികൾ അവിടെ ചെന്നിട്ടാണ്. ടാങ്ക് കഴിച്ച് ഇനിയിപ്പോൾ പെട്രോളൊക്കെ ഊറ്റി കളയണം. കയ്യിലെത്തോളം പറഞ്ഞു. भैया आपका नाम क्या है? राहुल. राहुल. कहाँ से हो? कोलकाता. कोलकाता से. കൂട്ടമ്പഴ ഇവിടെ ഒരു ദിവസം രാവിലെ വന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു 10-20 വണ്ടി ഇടും. ടാങ്ക് കഴിക്കാൻ 400 രൂപ വണ്ടിക്ക്. ഭായ് നമുക്ക് ഒരു 100 രൂപ കുറച്ച് തന്നിട്ട് അല്ലേ ഭായ്? अभी मैं जाएगा फिर मैं आएगा. ഓക്കെ. അഴിച്ചിട്ട് പുള്ളി പോവും. എന്നിട്ട് പെട്രോളൊക്കെ ഊറ്റി കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡെന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പെയിന്റ് ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുപോകണതാണ്. അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു.
कुप्पी है കുപ്പി നെയ്യ് नहीं है चाहिए नहीं तो किसको बोलो उसको चढ़ा ചേട്ടാ പെട്രോള് ഊറ്റാൻ കുപ്പി തരുമെന്ന് ചോദിച്ചു പുള്ളി. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ കയറ്റി അയക്കാനായിട്ടുണ്ട് കേട്ടോ. ടാങ്ക് അങ്ങനെ പിടിക്കണം ആ കണ്ട തന്നെയല്ലേ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ നോക്കി. പോട്ടെ മൊത്തം പോട്ടെ മൊത്തം പോട്ടെ. बोलो बोलो ये അങ്ങനെ നമ്മളെ എൻ്റെ വണ്ടി കഴിച്ചു. ഇത് അവളുടെ വണ്ടി ഇപ്പോൾ ഈ സാധനം മേടിക്കാനായിട്ട് കടയിൽ വന്നിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. വണ്ടി ഇപ്പോൾ ഒരു വലിയ ടെൻഷൻ കഴിഞ്ഞിട്ട് നിൽക്കണതാ. വണ്ടി പൊതിയാനായിട്ട് മറ്റേ ബബിൾ ഫോം നടന്നിട്ട് പേടിക്കാനായിട്ട് പോയി. മേടിക്കാൻ പോയിട്ട് തിരിച്ച് ഓട്ടോയിൽ വന്നേ. ബാഗ് ഓട്ടോയിൽ വെച്ച് മറന്നു കഷ്ടകാലത്തിന്. എന്നിട്ട് എന്താണ് ടെൻഷൻ അടിച്ചെന്നറിയോ? എന്നിട്ട് കുട്ടമ്പുഴ അവിടെ പോയപ്പോൾ ആ ചേട്ടൻ അവിടെ അങ്ങനെ കണ്ടു. പുള്ളി റിട്ടേൺ വരുമായിരുന്നോ? പുള്ളി അവിടെ അങ്ങോട്ട് മറ്റേ മേളിലേക്കുള്ള ആലോചിക്കണം അങ്ങോട്ടുള്ള വഴിക്ക് വേണ്ടി ഇൻഡിക്കേറ്റർ എടുക്കണമായിരുന്നു. ഞാൻ വിസിലടിച്ച് പുള്ളി നിർത്തി. അങ്ങനെ കിട്ടി. നല്ല ചേട്ടൻ അല്ലായിരുന്നു നമുക്ക് കിട്ടും അല്ലേ? എല്ലാ പരിപാടിയും മുടങ്ങൂലേ? ഇതിലാണ് പോകേണ്ട പേപ്പറും എല്ലാം. നമ്മുടെ വണ്ടീനെ ഇപ്പം അകത്ത് കയറ്റണമെങ്കിൽ 3 മണിയാവണം. ഞങ്ങളുടെ സ്വന്തം ജയിച്ചേട്ടനാണ് ഇപ്പോൾ ബൈക്കൊക്കെ കയറ്റി വിടാനായിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ് പറ. ആ നമ്മുടെ പേജിലുണ്ടേ. ആലുവ റെയിൽവേ പോർട്ടർ ജയകുമാർ കെയർ. ഓക്കെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. കുട്ടമ്പുഴയ്ക്ക് ബിരിയാണി ഇറങ്ങും. അണ്ണൻ്റെ പേര്? എൻ്റെ ഒരു ഗോപൻ. ഗോപൻ. ഞാൻ റെയിൽവേയിലെ പോർട്ടറാണ്. കൊല്ലത്താണ് വീട്? കൊല്ലത്താണ് വീട്. ഓക്കെ. ആ വീട് കുട്ടമ്പഴയാണ്. കോതമംഗലം. ആയിക്കോട്ടെ. അവനെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഊണ് കഴിച്ചു വന്നപ്പോൾ ഈ ചേട്ടന് ഊണ് കഴിക്കാൻ പോയതാ. വണ്ടി 2 അഴിച്ചു വെച്ചേക്കാണ്. 3 മണിക്ക് കയറ്റം എന്ന് പറഞ്ഞ സമയം ഇപ്പോൾ 3 മണി ആവുന്നു. 10 മിനിറ്റ് കൂടെ ഉള്ളൂ. പാക്ക് ചെയ്തിട്ടില്ല. പുള്ളി പാക്ക് ചെയ്യാന്ന് പറഞ്ഞ അകത്ത് കയറ്റിയിട്ട് ഒരുത്തൻ അവിടെ പോയിരുന്ന് ഫോൺ വിളിക്കുന്നു. വണ്ടി 2 കൂടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമോ? ടാങ്ക് ക്ലീൻ ചെയ്യുന്നു. ടാങ്ക് ക്ലീൻ ചെയ്യാണ്ട് കയറ്റി വിടൂല ഇല്ലേ? RP ഒക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി പോകത്തുള്ളൂ. അതെ. വണ്ടി ഇപ്പം സ്റ്റേഷൻ്റെ അകത്തുകൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ RPF ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പേപ്പറൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിയുമ്പോൾ വണ്ടി പൊതിഞ്ഞു തുടങ്ങി. ടാങ്ക് പിടിപ്പിക്കാൻ ആളൊന്നുമില്ല. ഇനിയിപ്പോൾ ആൾ വന്നിട്ട് വേണം ടാങ്ക് പിടിപ്പിച്ചിട്ട് ബാക്കി പൊതിയാം. ബബിൾ റാപ്പ് ഇട്ട് പൊതിയാം. അങ്ങനെ ബബിൾ റാപ്പ് മേടിച്ചു കൊടുത്തു. പൊതിഞ്ഞ് സെറ്റാക്കുന്നു. ബബിൾ റാപ്പ് ഇട്ടിപ്പോൾ മൊത്തം നമ്മുടെ വണ്ടി പൊതിയും. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ്. ചെന്നൈയിൽ പഠിക്കാൻ പോവാം. ഹായ് ചേട്ടാ. പരിപാടികളൊക്കെ കാണാൻ കേട്ടാ. ഓ സന്തോഷം. വൈഫിന് ഭയങ്കര ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞോളൂ. ഹലോ ഹലോ
ബൈക്കൊക്കെ കയറ്റി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ കയറ്റിയാ ആ പ്ലാറ്റ്ഫോമിലുണ്ട്. എന്തിനാന്നാ എന്റെ കൊച്ചിനെ പറഞ്ഞുവിടാൻ വന്നു. എവിടെ പറഞ്ഞോട്ടു? ചെന്നൈ. അതാ വണ്ടി കിടക്കുന്നു നമ്മുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടെ എടുക്കാണ്ട് കൊണ്ടുപോകാനുള്ളത്. അത് രാവിലെ ബൈക്കിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ. ഇതിപ്പോൾ ഇതെന്താ കട്ടാ മൃദംഗത്തിൻ്റെ കട്ടയും കല്ലും മൃദംഗം. അളിയാ പോവാ ചെന്നൈക്ക്? ടിക്കറ്റ് എടുക്കട്ടെ? ഞാനേ ആ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നീ അവിടെ സെറ്റ് ആയിട്ട് ഒരു ദിവസം വന്നു ആയിക്കോട്ടെ കുളിക്കാൻ. വാങ്ങേ. ആ ഇന്നൊരു സംഭവം ഉണ്ടായി. വണ്ടി പൊതിയാനായിട്ട് മറ്റേ ബബിൾ റാപ്പ് മേടിക്കണം, മറ്റേ പൊട്ടിക്കണത്. അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് മേടിച്ച് തിരിച്ച് ഓട്ടോയ്ക്കാണ് വന്നത്. തിരിച്ച് ഓട്ടോയ്ക്ക് വന്ന വണ്ടിയൊക്കെ പൊതിയാനായിട്ട് സാധനം കൊണ്ടേ കൊടുത്ത് കുറച്ച് പേപ്പർ നോക്കിയിട്ട് കാണാനില്ല. ആ ഓട്ടോയിൽ വെച്ച് ബാഗ് അങ്ങനെ തന്നെ ഓട്ടോയിൽ വെച്ചേക്ക്. എന്നിട്ട് എൻ്റെ ചെക്കനും ഓടി ആ മറ്റേ ഇവിടുത്തെ പമ്പിന്റെ സിഗ്നലില്ലേ, പമ്പിന്റെ അവിടുത്തെ 2 സിഗ്നലില്ലേ, 2 പമ്പുള്ള സിഗ്നലില്ലേ ഇവിടെ മാതാമാതിരി, അവിടെ പോയിട്ട് ബിസിലടിച്ച് ഓട്ടോക്കാരനെ നിർത്തിച്ച്. കുട്ടമ്പഴം എടുക്കണല്ലേ? വിഷ്ണുളിയൻ ഉണ്ടാകാച്ചിനെ കൊണ്ടുവന്നൊക്കെ. രണ്ടുപേരും തല്ലുടി ആളിയെ നോക്കോളാം. അതെ, മക്കളില്ലാത്ത തന്നെ ഞങ്ങൾ തമ്മിൽ അടിയിടുന്നാണ് ഇവര് പറയണത്. പക്ഷെ എനിക്ക് തോന്നണോ ചിലപ്പോ ഇനിയായിരിക്കും സ്നേഹം കൂടുതലുണ്ടാവാൻ പോണ കേട്ടോ. നിങ്ങളുള്ളതിന്റെ പേര് ഞങ്ങളിനി ഹണിമൂൺ ആഘോഷിക്കും ഫ്രീ ആയിട്ട്. ഇവർക്ക് 3ാമതൊരു കൊച്ചനെ ഉണ്ട് ബുദ്ധ. അവനാണ് ലോകം കുഷിപ്പൻ. അച്ഛനോട് ഒന്നും മിണ്ടറാൻ ഇഷ്ടമല്ല. ഇതൊക്കെ പറയുന്നുണ്ട്. അയ്യോ ചെന്നിട്ട് ഫോൺ വിളിച്ച് കരയില്. അതെ, അത് പറ നമ്മുടെ ജയിച്ചേട്ടൻ എല്ലാ സാധനങ്ങളും ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. ഇത് കേറ്റി വരുന്നത് അതിലും വലുതാണ്. വെച്ചാല് ആലപ്പുഴ എന്നാണല്ലോ വന്നത്. ഇടയ്ക്കൊക്കെ സാധനങ്ങൾ കേട്ടി ഇവിടെ വരുമ്പോ നമ്മ അതിന്റെ അകത്ത് കയറിയിട്ട് നമസ്കാരം പ്ലാറ്റ്ഫോം നമ്പർ 3 ഇപ്പൊ വണ്ടി വരുന്നു. അപ്പൊ പോയിട്ട് വരാം. പോവാം. റെഡി? കുട്ടമ്പഴേ വണ്ടി വരട്ടെ. ഹെൽമെറ്റുകളൊക്കെ എടുത്തോ. എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? ഉപദേശിച്ചു പോടാ. പഠിക്കാനായിട്ട് പഠിക്കണാട്ടാ. ഏറ്റവും വലിയ സൗണ്ട് എഞ്ചിനീയറും ഏറ്റവും വലിയ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുമായിട്ട് വരണം. ഓക്കെ. അളിനെന്തെങ്കിലും പറയണ്ടോ? പോയി തകർത്തിട്ട് സ്ഥലമാണ് ചെന്നൈ. സുമേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ അത് മാത്രം പറയില്ല. എടാ നിനക്ക് ഉപദേശിക്കാനുണ്ടോ? ഇവിടെ നിനക്ക് ഉപദേശിക്കാനുണ്ടോ? ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി വെച്ച് പറഞ്ഞു. ഓക്കെ. അച്ഛൻ ഇവരെന്താ എൻ്റെ ഒപ്പം എപ്പോഴും? ഇത് കൂട്ടല്ലേ, ആത്മാർത്ഥമുള്ള കൂട്ടുകാരനല്ലേ. എന്നോട് മറ്റേ നമ്പൂരില്ലേ വിഷ്ണു? അതെ. എടാ കുട്ടമ്പഴേ, നീ കഴിഞ്ഞ ദിവസം മറ്റേ കളസത്തിന്റെ വള്ളി എടുത്ത കാറിന്റെ ഒരു സാധനം കിട്ടിയില്ല, അത് അയച്ചെടുത്താ. ഇതിന്റെ അകത്താ കളസുണ്ട്. കാറിന്റെ ബമ്പർ ലൂസായിട്ട് റോട്ടിൽ ചെന്നൈ എന്ന് പറഞ്ഞ വഴി. അപ്പൊ വേറെ രാത്രിയല്ലേ, മുറുക്കാൻ രക്ഷയില്ല, പട്ടപ്പട്ടയെന്ന് അടിക്കുന്നത്. ഇവൻ വേഗം കളസത്തിന്റെ വള്ളിയും കൂടി ഊരിയെടുത്ത് കെട്ടി ആത്മാർത്ഥ ട്രെയിനിന്റെ അടിയിൽ അല്ല കാറിന്റെ അടിയിൽ പോയി കിടന്ന് കെട്ടി. അഴിച്ചിട്ടില്ല ഇപ്പോഴും. ട്രെയിൻ വരണ്ട, അങ്ങോട്ട് പോവാ. ട്രെയിൻ വരുന്നുണ്ടോ? പഴയ കൊച്ചളിയോ? എനിക്ക് ഭാഗ്യമില്ല. പോയാ മതി. പോയി വിജയിച്ചല്ലേ.
അളിയെ പോരെ നമുക്ക് ചെന്നൈക്ക് പോയിട്ടൊക്കെ വരാം. അടുത്ത തവണ ഒരു സാധനം എടുക്കാനുണ്ട്. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ. ശരിയാ. ഓക്കെ. അച്ഛനും അമ്മ എന്ത്? ഇത് പുറത്തുണ്ട്. ഞാൻ പുറത്ത് വരാം. ശരി. വഴി ഇറങ്ങിക്കോ ഒരാളുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൂപ്പയാണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കൂപ്പയാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ക്ലാസ് ഒന്ന് ആലോചിക്കണം. ഓക്കെ. പിന്നെ ബൈക്ക് കയറ്റിയ വിശേഷങ്ങൾ. ബൈക്ക് കയറ്റാനായതിന് മുന്നേ നമ്മൾ നമ്മുടെ RC ബുക്കിൻ്റെ കോപ്പി, ഓണറിൻ്റെ ആധാറിൻ്റെ കോപ്പി, ഓണർ ഇപ്പോൾ നാട്ടിലല്ല വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു റിക്വസ്റ്റ് വെള്ള പേപ്പറിൽ എഴുതണം. ഓതറൈസേഷൻ ലെറ്റർ. അത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കൊണ്ടേ കൊടുക്കുക. അപ്പോൾ അവിടെ ചേട്ടന്മാരുണ്ടാവും പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ബുള്ളറ്റ് ആണെങ്കിൽ ടാങ്ക് കഴിക്കണം, ടാങ്ക് കഴിച്ച് പെട്രോൾ ഊറ്റണം. അല്ലാത്തതാണെങ്കിൽ അവർ ഓസ് വെച്ച് ഊറ്റും. പെട്രോൾ ഊറ്റാനതിന് 400 രൂപ ഒരു വണ്ടിക്ക്. പിന്നെന്താ 2 മണിക്ക് എനിക്ക് 800 രൂപയെ. അത് കഴിഞ്ഞ് പാക്ക് ചെയ്യണ ചേട്ടന് 800 400 800 രൂപ അതിന് വരും. അത് കൂടാണ്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ആ കാശ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് പാക്ക് ചെയ്യാൻ ആളുടെ കോൺട്രാക്ടറുടെ കയ്യിലാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടാ എനിക്കൊന്നും കിട്ടൂല ചേട്ടാ, 700 രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം. അപ്പോൾ ശരി ചേട്ടാന്ന് പറഞ്ഞാൽ ഞാൻ 200 രൂപ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ 1000 രൂപ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വണ്ടി അയക്കാനുള്ള ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 2 വണ്ടി കൂടെ എനിക്ക് തോന്നുന്നു 3 രൂപ 3 എത്രയായി എനിക്ക് കറക്റ്റാണെന്നുള്ള മറന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 5 രൂപ അടുത്ത് പൊട്ടിയിട്ടുണ്ട് ബൈക്ക് കയറ്റി അയക്കാൻ. അതിലുണ്ട് എൻ്റെ മാനേജർ എന്ന് പറയുന്നവൻ AC മാത്രമേ യാത്ര ചെയ്യൂ. അതുകൊണ്ട് അവന് സെക്കൻഡ് ക്ലാസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്ക് ചിലവ് അത് വേറെ കണക്ക് പറയുന്നതല്ല. ഇതൊക്കെ ഒരു രസമല്ലേ അടിയൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി ചെന്നൈയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. പിന്നെ നാളെ എപ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞില്ലല്ലോ മലയാളി. അച്ഛനമ്മയൊക്കെ കരച്ചിലാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അതൊന്ന് ആശ്വസിപ്പിക്കുക. നാളെ രാവിലെ എത്തിയിട്ടുള്ള കാര്യങ്ങളില്ലേ? നാളെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നു. 5:30 അവിടെ എത്തും. ഇന്നിപ്പോൾ 19-ാം തീയതി 6:30 മണിയായിട്ടുണ്ട്. ഞങ്ങളവിടെ 20-ാം തീയതി രാവിലെ 5:25 അവിടെ എത്തുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ ട്രെയിനാണ് ലേറ്റ് ആവും. 12 മണിക്കൂറാണ് പറയണത്. 12 മണിക്കൂർ വേണം. 5:22 വരുന്ന ട്രെയിൻ 5:30 എത്രയോ ആയി വന്നപ്പോൾ. അപ്പോൾ രാവിലെ അവിടെ എത്തിയിട്ട് ലാഗുണ്ടാവും. വണ്ടി ഇറക്കാനുള്ള പരിപാടി നോക്കണം ട്രെയിനിൽ നിന്ന്. അവർ ഇറക്കിക്കോളും. പിന്നെ അവിടെ എന്തോ ചിലവുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇറക്കണതിൻ്റെ എന്തോ കൂലി. നമ്മൾ പെട്രോളിന്റെ കാര്യത്തിൽ മാത്രം ഒരു ചോദിച്ചിട്ട് നിൽക്കണേ. പെട്രോൾ ഞങ്ങളുടെ ടാങ്കിൽ കഴിയുന്ന പെട്രോൾ അവരെടുത്തിട്ട് ഞങ്ങൾക്ക് തന്നില്ല. അത് അവർ കൊണ്ടുപോയി. ഇനി അവിടെ ചെന്നിട്ട് പെട്രോൾ പമ്പിലെത്താനുള്ളത് ബ്ലാക്കിൽ അവിടെ നിന്ന് മേടിക്കാൻ തോന്നുന്നു. അവിടുത്തെ പോട്ടർമാരുടെ കയ്യിൽ ബ്ലാക്കിലുണ്ടാവും. അപ്പോൾ അത് മേടിച്ചിട്ട് ഒഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ വണ്ടി ഇറക്കണതിൻ്റെ അൺപാക്ക് ചെയ്യണ്ടേ, പാക്ക് ചെയ്തത് അതിന് വേറെ കാശ് അവിടെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു ചിലവുണ്ട്. അത് കഴിഞ്ഞ് മിഥുൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബൈക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ഹോസ്റ്റലിൽ പോകണം. അവിടെ സിസിലും ശ്രീഹരിയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പുതിയ കൂട്ടുകാർ. നിന്നെ ഒന്നും എനിക്ക് വേണ്ടതാണ്. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഉപദേശം കാമുകി വിളിക്കുന്നു. ഹലോ കാമുകി എന്താ ചിരി നോക്കി. എടാ ഞാൻ വണ്ടിയെ കയറി, ട്രെയിനെ കയറി. ഇപ്പൊ തൃശ്ശൂർ കഴിഞ്ഞു. ഉപദേശം എന്ന് പറയാൻ ഉപദേശമൊന്നുമില്ല. നമ്മളൊരു സാധനത്തിലൊക്കെ ഇറങ്ങി രക്ഷപ്പെടണം. ഞാൻ രക്ഷപ്പെടണം, നിങ്ങൾ രക്ഷപ്പെടണം, ഞാൻ രക്ഷപ്പെടണം. കുറെ പേര് അങ്ങനെ രക്ഷപ്പെടാൻ കിടപ്പുണ്ടല്ലോ. ഞാൻ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇവൻ. വേറെ കുറച്ച് പേരുണ്ട്. അല്ലടാ മുതലാളി അവിടെ കൊണ്ട് ആക്കി കഴിയുമ്പോൾ കരയോ നീ? നിങ്ങൾ കരയുന്നില്ല, ഞാൻ കരയൊന്നുമില്ല. ഞാൻ 5ാം ക്ലാസ് തൊട്ട് ഡിഗ്രി പഠിക്കണം. 2 ഡിഗ്രി പഠിച്ചു. 2 സമയത്ത് 2 ഡിഗ്രിയുടെ പേപ്പർ കിട്ടിയായിരുന്നു. 2 ഡിഗ്രി പഠിച്ചു. പേപ്പർ എവിടെ? പേപ്പറുണ്ട്, പേപ്പർ തരാം. ഇത് എടുത്തില്ലല്ലോ. നമ്മൾ ചെന്നൈക്ക് പോകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. സെക്കൻഡ് DC കേൾക്കണം ഒച്ചയാണ്. ഇതെല്ലാം കൂടെ കത്ത് ഇടിഞ്ഞു വിളിഞ്ഞ് വീഴും. എന്നിട്ട് പിന്നെ വേറെന്താ പറയാനുള്ള ഉപദേശമല്ല. അമ്മ എന്നാലും പ്രായത്തിന് മൂത്താണല്ലോ, ഉപദേശിക്കാൻ പാടില്ലല്ലോ. നമ്മൾ
ആദ്യത്തേക്ക് എന്താ പറയാ അതായിട്ട് തിരിച്ചു വരാവുള്ളൂ. പിന്നെന്താ അവിടെ ചെല്ലുക, തിരിച്ചു വരാം. തിരിച്ചിട്ടാ ഞാൻ തന്നെ പറഞ്ഞേ. തിരിച്ച് ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് AC തന്നെ, AC-ലേ വരും. അറിയാലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെറുപ്പം തൊട്ടിങ്ങനെ AC-യിൽ ട്രാവൽ ചെയ്ത് ശീലിച്ചു പറഞ്ഞേ. അതെ, ഇടുക്കിയിൽ നല്ല തണുപ്പായതുകൊണ്ടേ എനിക്ക് AC വേണം. അവിടെ പോയി AC ഇല്ലാണ്ട് പറ്റില്ല എനിക്ക്. ബാക്കി കഥ മുതലാളി പുതിയ വീട്ടിൽ നടക്കണം പറഞ്ഞു. പുതിയ വീട്ടില് ആളെ കാണാം.